മോഹകുങ്കുമം പൂശി നീ ആരെ തേടുന്നു ഗോപികേ കിനാവിലെ സുമംഗലി മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. അങ്ങനെ ഒരു യാത്രയിൽ ഞാൻ ഇവനെ സ്നേഹയ്ക്ക് പരിചയപ്പെടുത്തി. ഞങ്ങള് സംസാരിക്കുന്ന കൂടുതലും സിനിമയെ പറ്റിയിട്ടായിരുന്നു. വെരി പ്രൊഫഷണൽ ഇതായിരുന്നു. അച്ഛനൊരു ഭയങ്കര ക്യാരക്ടറായിരുന്നു. അച്ഛൻ ഫോണൊക്കെ എടുക്കും, എന്നിട്ട് അച്ഛൻ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ സംസാരിക്കും. വേണുവേട്ട, ചേച്ചി, അരവിന്ദ്, സ്നേഹ, സോൾ ഓൺ ദ മൈക്കിലേക്ക് സ്വാഗതം. ആക്ച്വലി എന്റെ പ്രോഗ്രാമിന്റെ പേര് സോൾ ഓൺ ദ മൈക്ക് എന്നാണ്. പക്ഷെ ഇന്നിപ്പോ സോൾസ് ആണ്. അപ്പൊ സിംഗുലർ ആയിട്ട് പറയാൻ പറ്റില്ല. ഓണം സ്പെഷ്യൽ ഒരു കോൺവെർസേഷൻ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ്റെയോ ഒന്നും ഒരാവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഒരൊറ്റ വ്യത്യാസമുള്ളത്, എപ്പോ ഞാൻ വരുമ്പോഴും ഇവിടെ നമ്മുടെ അമ്മുക്കുട്ടി ഉണ്ടാവാറുണ്ടായിരുന്നു, നമ്മുടെ അനുപല്ലവി. അമ്മൂന്ന് നമ്മൾ വിളിക്കുന്ന അമ്മുക്കുട്ടീനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതിന് പകരം വേറൊരു കുട്ടിയെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, സ്നേഹ. അപ്പം സ്നേഹയുടെ ആദ്യത്തെ ഓണം അല്ലേ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഓണം? എന്താണ് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാംസ് ഇവിടെ വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണ് പരിപാടികൾ ഓണമായിട്ട്? തിരുവോണ ദിവസം എനിക്ക് ട്രിവാൻഡ്രത്ത് ഗവൺമെന്റ് ഷോ ഉണ്ട്. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാരും ഇവിടെ ഒത്തുകൂടാന്നുള്ളൊരു പ്ലാനിലാണ്. സദ്യ. അതെ. ഓക്കെ. സ്നേഹ, എന്താണ് സ്നേഹയുടെ പുതിയ വിശേഷങ്ങൾ? ഈ വീട്ടിൽ വന്നിട്ടുള്ള ഓണം ബഹ്റൈനില് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ബഹ്റൈനിലാണോ? ഒത്തിരി സ്ഥലങ്ങളിൽ മാറി മാറി നടന്നാണ് വളർന്നത്. സ്കൂൾസ് ഒത്തിരി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം സാധാരണ എപ്പോഴും അച്ഛനും അമ്മയും വരും, ഓണ സമയം ആകുമ്പോഴത്തേക്കും ബഹ്റൈനിൽ നിന്ന് വരും. അങ്ങനെ നമ്മള് വെക്കേഷൻ ഇവിടെ വെക്കേഷൻ എപ്പോഴും ഇവിടെയാണ്, എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. സോ ഞങ്ങൾ ശാസ്ത്രമംഗലമാണ് അപ്പൊ അവിടെ വരാറുണ്ടായിരുന്നു. എന്റെ അമ്മ ഉണ്ടായിരുന്ന സമയം. അപ്പൊ അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് മാറിയത് 2022-ലാണ്. അപ്പോൾ എല്ലാ വർഷവും സാധാരണ പേരൻസ് വരും നാട്ടിലോട്ട്. ഇപ്രാവശ്യം അവരുടെ അനിയത്തിയുടെ അടുത്ത് പോയിരിക്കുകയാണ്, അമേരിക്കയിൽ പോയിരിക്കുകയാണ്. അപ്പം ഈ കുടുംബത്തിനൂടെ ആയിരിക്കും. എന്ത് തോന്നുന്നു ഇങ്ങനെ ഈ കുടുംബത്തിന്റെ കൂടെ ഓണം? വളരെ സ്പെഷ്യൽ ആണ്. അതെ, ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് അത് എപ്പോഴും വളരെ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും വരാറുണ്ട് ഇവിടെ. എനിക്ക് എപ്പോഴും ഒരു ഫാമിലി ഫീലിംഗ് തോന്നുമ്പോ ഞാൻ എപ്പോഴും ഇവിടെയാണ്. ഭക്ഷണം കഴിക്കാൻ ഭക്ഷണപ്രിയാണോ? ഇവിടുത്തെ ഭക്ഷണം എനിക്കറിയാം. വേണുമായിട്ട് നല്ല ഭക്ഷണപ്രിയനാണ്, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് രശ്മി. അതെ, ആ ഒരു വാംത്തും ഹോസ്പിറ്റാലിറ്റിയും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തത്, വേണുമായിട്ട് എപ്പോഴും പറയും രശ്മിയുടെ ഉള്ളിച്ചമ്മന്തിയും ദോശയും അല്ലെ. പിറ്റേ ദിവസം രാവിലെ ഉണരുമ്പോ രശ്മിയേച്ചി അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടാവും. രശ്മിയേച്ചി, എന്തൊക്കെയാണ് വിശേഷം ഓണത്തിന്? ഓണം പുതിയൊരാള് അല്ലെ, സ്നേഹയുടെ പ്രസൻസ്. അതെ, ഓണം ആക്ച്വലി സാധാരണ ഞങ്ങള് ഓണത്തിന് നാട്ടിലേക്ക് പോവുക ചെയ്യാം. എന്റെ അമ്മയൊക്കെ ഒറ്റപ്പാലത്താണ് എന്റെ വീട്. അപ്പൊ അവിടേക്കാണ് സാധാരണ പോവുക. ഇപ്പൊ പക്ഷെ ഒരു കൊല്ലമായിട്ട് അമ്മ അങ്ങോട്ട് വന്നു, ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് ഓണം ഇവിടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ, തൊട്ടടുത്ത്. അപ്പൊ പിന്നെ എളുപ്പമാണല്ലോ അല്ലേ? അതെ, നാട്ടിൽ പോകുമ്പോ അത് വേറൊരു ഫീൽ. ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്. അതെ, അത് വെച്ചാൽ എന്റെ ബ്രദേഴ്സും കുട്ടികളും എല്ലാവരും വരും. ഒരു ഫാമിലി ഗ്യാതറിംഗ് ആണ്. മോർ ദാൻ ഭക്ഷണം ഉണ്ടാക്കുക, പിന്നെ അതന്നെ മണം, കൂട്ടം, സന്തോഷം, പാട്ട്, ഇതെല്ലാം ഇറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ഓണം. അങ്ങനെ ചോദിക്കുമ്പോൾ വേണുവേട്ട, പണ്ടൊക്കെ നമ്മൾ ഈ തരങ്കിണിയുടെ ഓണപ്പാട്ടുകളൊക്കെ അല്ലെ, ഓണം വരുന്നു എന്ന് പറയുമ്പോൾ കുറെ ഓണപ്പാട്ടുകൾ കമ്പോസ് ചെയ്യുക, അത് റിലീസ് ആവുക, അങ്ങനെയൊക്കെ. അതിന്നൊക്കെ കുറെ മാറിയില്ലേ ഇപ്പൊ? പിന്നെ ആ ഒരു കാസറ്റ് ഇല്ലല്ലോ, ഇല്ല, CD, ആ ഒരു ഫോർമാറ്റ് ടോട്ടലി പോയി. അതെ. പിന്നെ റേഡിയോ, ലളിത ഗാനമേള, ലളിത സംഗീത മത്സരങ്ങള്, അതെല്ലാം പോയി.
അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ വേണുവേട്ടന്? വെരി മച്ച്. ഇത്രയും ജനറേഷന്റെ കൂടെ അല്ലേ? നൊസ്റ്റാൾജിയ, Correct. നഷ്ടബോധം Exactly. ആണ്. അരവിന്ദന് എന്ത് തോന്നുന്നു? അരവിന്ദ് ഇങ്ങനെ ഈ ഓണത്തിന് എപ്പോഴെങ്കിലൊക്കെ പാടിയിട്ടുണ്ടോ വളരെ കുഞ്ഞിലേക്ക്? ഇല്ല, കുഞ്ഞിലെ ഒന്നും പാടിയിട്ടില്ല. പാടിയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇതേപോലെ ഓണസമയം അടുപ്പിച്ച് നമ്മുടെ പ്രോഗ്രാംസ് പ്രോഗ്രാംസ് മാത്രമല്ല ഓണപ്പാട്ടുകളുടെ റെക്കോർഡിങ്സ് വരും. വരും. അപ്പൊ ഈ വർഷവും ഞാൻ ആക്ച്വലി മിനിഞ്ഞാന്ന് ഒരു ഓണപ്പാട്ടിന്റെ ഷൂട്ടിന് പോയി വന്നതേ ആണോ? ഉണ്ടായിരുന്നുള്ളൂ. അതാരാ ചെയ്തപ്പോ കമ്പോസ് ചെയ്തത്? അത് US ഉള്ള കുറച്ച് പേരാണ്. അവര് അവിടെ നിന്നായിരുന്നു കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് നാടിനെ ഓർത്ത് ചെയ്ത ഒരു പാട്ടാണ്. അപ്പൊ കോയിൻസിഡന്റ്ലി ഓണം കൂടെ ആയതുകൊണ്ട് ഓണം നാടിനെ release പറ്റി ഉണ്ടാവും അല്ലേ? അതെ. റിലീസ് അതാണ്. പണ്ട് ഒരു കാസറ്റ് ആൻഡ് 12 സോങ്സ് സോങ്സ് മിനിമം. ആ. അത് പോയി ഒരു പാട്ട്, ഇപ്പൊ ഒരു EPs വീഡിയോ, ആണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ പണ്ട് പല്ലവി, അനുപല്ലവി, ചരണം. അതില്ല. ഇപ്പൊ അതില്ല. ഒരു പല്ലവി, അനുപല്ലവി, അനുപല്ലവി തീർന്നു. അതൊക്കെ കഴിഞ്ഞു. വേണുവേട്ടന് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു സംഗീതത്തിലുണ്ടായ ഒരു ചേഞ്ച് നല്ലതാണെന്നോ? ഈ അല്ലെങ്കില് ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ്, അതുപോലെ ഫാസ്റ്റ് മ്യൂസിക്. അടുത്ത ഒരു റിപ്പീറ്റേഷൻ കേൾക്കുമ്പോൾ മടുപ്പാകും അല്ലെ? അപ്പൊ അത് അനുപല്ലവി കഴിഞ്ഞ് നിർത്താം എന്നുള്ളതായിരിക്കും. നമ്മളിപ്പോ സംസാരിച്ചപ്പോഴാണ് അരവിന്ദനോട് ഓണപ്പാട്ട് ചെറുതിലെ പാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വേണുവേട്ടനെ കോണ്ടാക്ട് ചെയ്തപ്പോ അരവിന്ദ് എന്ത് പറയണു വന്നു, അരവിന്ദ് മൂവീസിലേക്ക് എൻട്രി ചെയ്തു എന്ന് പറഞ്ഞു. അസിസ്റ്റന്റ് ഡയറക്ടർ. അതിനു മുമ്പ് പാടി തുടങ്ങി. പക്ഷെ ആ ടൈമിൽ എന്തോ അരവിന്ദ് കുറച്ചും കൂടെ മൂവിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണേന്ന് പറഞ്ഞു. അതെന്തായിരുന്നു അരവിന്ദ് അങ്ങനെ ഒരു മൂവിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള? ഞാൻ പഠിച്ചതും ഇൻട്രസ്റ്റ് എല്ലാം വിഷ്വൽ ആർട്സിലോട്ടായിരുന്നു. ബാംഗ്ലൂർ പഠിച്ചിരുന്നതല്ലേ? ഞാൻ ചെന്നൈയിലെ എൻ്റെ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. MSc കമ്മ്യൂണിക്കേഷൻ ബാംഗ്ലൂരിൽ പഠിച്ചിട്ട് എൻ്റെ സ്പെഷ്യലൈസേഷൻ ലാസ്റ്റ് സെമസ്റ്ററിൽ ടെലിവിഷൻ പ്രൊഡക്ഷൻ, ഫോർ വിച്ച് ഐ ഹാവ് ടു ക്രിയേറ്റ് എ ഷോർട്ട് ഫിലിം. അത് കഴിഞ്ഞിട്ട് ഐ വർക്ക്ഡ് ഇൻ മറ്റേ പ്രകാശ് വർമ്മയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തു, VK പ്രകാശിന്റെ കൂടെ വർക്ക് ചെയ്തു. അവരൊക്കെ പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആഡ് പ്രൊഡക്ഷൻ ഹൗസിൽ. ആൻഡ് ദെൻ ഐ വർക്ക്ഡ് ആസ് എ കോപ്പി റൈറ്റർ ഇവിടെ സ്റ്റാർക്ക് കമ്മ്യൂണിക്കേഷനിൽ കോപ്പി റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ദെൻ ഐ ഫിഗർ ദാറ്റ് ലോങ് ഫോർമാറ്റ്സ് ആണ് എനിക്ക് ഇഷ്ടം. ദെൻ ഐ വെന്റ് ടു LA ടു സ്റ്റഡി ഫിലിം മേക്കിംഗ്. അങ്ങനെ പഠിച്ചിട്ട് വന്നിട്ട് ഐ ജോയിൻഡ് അഞ്ജലി മേനൻ ആസ് ഹെർ അസിസ്റ്റന്റ് ഇൻ ദിസ് ഫിലിം കോൾഡ് കൂടെയിൽ വർക്ക് ചെയ്ത് പൃഥ്വിരാജ്, നസ്രിയ പാർവതി ഇവരുടെ. അത് കഴിഞ്ഞിട്ട് വിനീതേട്ടൻ്റെ കൂടെ ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് പിന്നെ ഒരു ഷിഫ്റ്റിംഗ്? ബിക്കോസ് ഇപ്പം എനിക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് മ്യൂസിക്കലായിട്ടാണ്, ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്, പ്ലേ ബാക്ക് സിംഗിങ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഷിഫ്റ്റ്? അല്ലെങ്കിൽ ഇപ്പോഴും മൂവിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? പാരലലി റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതലും എനിക്ക് വരുന്നത് വർക്ക് വൈസ് കൂടുതലും എനിക്ക് കിട്ടുന്നത് മ്യൂസിക് പാട്ടുകളാണ്, ഷോസ് ആണ്, റെക്കോർഡിംഗ്സ് ആണ്. ഐ ആം കാരണം പാഷനേറ്റ് ആണ്. അതാണ് എന്റെ മെയിൻ ഫോക്കസ്. അതാണ് ഇതിലെ പാട്ട്, അതില് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടല്ലോ. നമ്മുടെ ടാലന്റ്, ജസ്റ്റ് വോയിസ് പാടുക, മറ്റത് അങ്ങനെയല്ലല്ലോ. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ സോ മെനി അതേഴ്സ് അല്ലേ? സമയം, ടെക്നോളജി, ഇതെല്ലാം വേണ്ടേ? പിന്നെ നമ്മുടെ തന്നെ സമയം ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? ഒരു 1 year ഒക്കെ ചിലപ്പം അതിന്റെ പിന്നാലെ പ്രോജക്റ്റ് തന്നെ. കംപ്ലീറ്റ് ചെയ്യാൻ. അതെ. അപ്പൊ എന്ത് തോന്നുന്നു, ഇനിയും തിരിച്ച് ആ മൂവിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ആഗ്രഹം അതാണ്. അയ്യോ യെസ്, രണ്ടും കൊണ്ടുപോകാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ്. പക്ഷെ നമുക്ക് പേഴ്സണലി അല്ല, എല്ലാവർക്കും കണ്ണടച്ചു കഴിഞ്ഞാൽ വേണുവേട്ടനാണോ പാടുന്നത് തോന്നുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാംസിലൊക്കെ പലരും അത് പറഞ്ഞു. അങ്ങനെ കേൾക്കുമ്പോ ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ് അല്ലേ വേണുവേട്ട? വേണുവേട്ടൻ എപ്പോഴാ തിരിച്ചറിഞ്ഞത് അരവിന്ദിൽ ഒരു പാട്ടുകാരൻ, ഒരു പ്ലേ ബാക്ക് സിംഗിങ് സിംഗർ ഉണ്ട് എന്നുള്ളത്? അന്നേ കോളേജ് ടൈംസ് ഹി സെൻഡ് മീ ഫ്യൂ ഡെമോസ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഐ ഫെൽറ്റ് ഓക്കെ ഈസ് സിംഗിങ്. ഞാൻ ഉടനെ ഐ സെൻഡ് ടു സുജു ആൻഡ് ശ്രീനി, എൻ്റെ അടുത്ത ഇതിലുള്ളവരാണ്. അപ്പോൾ ശ്രീനി കോൾഡ് ഹിം, ഒരു പാട്ട് ഉണ്ട്, ബട്ട് അവനോട് അത് പറയണ്ട, അവൻ വരട്ടെ. പുള്ളിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ലഞ്ചിന് പോയതാണ്. പോയ ഉടനെ പുള്ളി സ്റ്റുഡിയോയിലോട്ട് കയറ്റി പാട്ട് കേൾപ്പിച്ച് വന്നിട്ട് ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഡയറക്ടർ ജയരാജ് സാർ ആയിരുന്നു, അയച്ചു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. then I had to come back next week and sing the whole thing. ട്രെയിൻ എന്ന് പറഞ്ഞ സിനിമ 2011.
രശ്മേച്ചിക്ക് എന്താന്ന് തോന്നിയത്, അതായത് ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക്? ഞാനത് പറയാം. പറയൂ, യൂസ് അല്ലല്ല പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അല്ല, നമ്മുടെ അരവിന്ദ് അന്ന് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് എൻട്രി ചെയ്തപ്പോ, കാര്യം ഒരു പ്ലേ ബാക്ക് സിംഗറിന്റെ കൂടെയാണല്ലോ കുറേ കാലമായിട്ട് ആ ഒരു എക്സ്പീരിയൻസസ് ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആളാണ് അല്ലെ, പ്രോഗ്രാംസ്, ഓരോ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്. അപ്പം ഒബ്വിയസ്ലി അരവിന്ദിന്റെ ഒരു എൻട്രി അന്ന് രശ്മിജിക്ക് എന്തായിരുന്നു? പാടി കേട്ടപ്പോൾ ഐ വാസ് ഹാപ്പി, പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഐ വാസ് നോട്ട് ഷുവർ, കാരണം ഇവന്റെ ഫോക്കസ് ഇത് എങ്ങടാണെന്ന് മനസ്സിലായിരുന്നില്ല. പാട്ടാണോ അതോ സിനിമയാണോ എന്താണ്? അപ്പൊ ഞാൻ എപ്പോഴും അവനോട് ചോദിക്കും, ഐ യു ഷുവർ എപ്പോഴും ചോദിക്കും എന്താണ് എങ്ങനെയാണ്, കാരണം യു ഡോണ്ട് നോ, ഇറ്റ്സ് വെരി അൺഷുവർ ആയിട്ടുള്ളൊരു ഫീൽഡ് അല്ലേ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു സംശയം, പേടി. അപ്പൊ ഞാൻ അവനോട്, അല്ല, വേണു വാസ് ഓൾവേസ് കോൺഫിഡന്റ്. ഞാൻ അവനോട് പറയും, എപ്പോഴും ഉള്ളിൽ പേടിയായിരുന്നു, അയ്യോ ഇത് എങ്ങനെ മുമ്പിലേക്ക് പോകും, നിന്റെ പാഷൻ എന്താണോ അത് യു വർക്ക് ഇറ്റ് ഔട്ട്. I used to tell him. പിന്നെ എപ്പോഴാ പേടി മാറിയേ? പിന്നെ he started getting opportunities. അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ പേടി മാറി. സ്നേഹ, കമ്മിങ് ബാക്ക് ടു യു, ബൈ പ്രൊഫഷൻ യു ആർ എ ലോയർ അല്ലേ? ലോയറാണ്, പക്ഷെ ആക്ട്രസ്സാണ്, മോഡലാണ്, ഇപ്പോൾ ദാ പിലാറ്റസ് ഇൻസ്ട്രക്ടർ അല്ലേ, ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്ത്. പിലാറ്റസ് എന്ന് തന്നെയല്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, പിലാറ്റസ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക, ഒരുപാട് തലങ്ങളിൽ പിന്നെ കഴിവ് തെളിയിക്കുന്ന ഒരു വ്യക്തി, ഇതിലേറ്റവും ഇഷ്ടം ഏത് പാർട്ടാണ്? അല്ലെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനാണോ ഇഷ്ടം? ടഫ് ക്വസ്റ്റ്യൻ. ടഫാണോ ഇത്? അങ്ങനെ ഒന്നിനെ പിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ എൻ്റെ പേരൻസ് എപ്പോഴും എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ദാറ്റ് ഒരു സാധനത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യം വരില്ല. കാരണം സ്കൂളിലാണെങ്കിലും തിരിച്ചു വരുമ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകും, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മ്യൂസിക് ക്ലാസ്സിന് പോകും. പഠിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ അതിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇടയ്ക്ക് പാടുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മളെന്തെങ്കിലും പാടുമ്പോൾ അത് കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള സ്പോട്ട് ഇങ്ങനെ മനസ്സിൽ വരും. ഡാൻസ് ആണെങ്കിൽ കോൺഫിഡൻസ് അപ്പൊ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ എന്റെ പേരൻസ് തന്നെ എന്നെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം ഡാൻസ് ആൻഡ് ആക്ടിങ് ഓൾവേസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇപ്പം ആസ് എൻ ഓൺടർപ്രണർ ഇറ്റ്സ് എ ന്യൂ ഫീൽഡ്. ആ ഒരു ഓൺടർപ്രണർഷിപ്പിൽ ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് വരുന്നുണ്ട്. ഹൗ ഐ കെൻ റൺ എ സ്റ്റുഡിയോ, ഹൗ ഐ കെൻ മാനേജ് എ ബിസിനസ്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു, എന്നെ പറ്റി തന്നെ ഞാൻ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യമാണ്. അതിന് ഒത്തിരി ഈ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പറമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒത്തിരി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമുക്ക് കിട്ടും. ഇറ്റ്സ് ആക്ച്വലി ഇപ്പോൾ ഒരു എന്താ പറയണ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഫിറ്റ്നസ് പ്രോഗ്രാമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അല്ലേ? ഓരോ പ്രാവശ്യവും ഓരോന്നും, നമ്മളിപ്പോൾ ജിം അല്ലെങ്കിൽ യോഗ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബീൻ ഇയേഴ്സ് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ റീസെൻ്റ്ലി ഈ ഒരു പിലാറ്റസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ ക്യാൻ യു ടെൽ മീ വിച്ച് വൺ ഇസ് മോർ ബെസ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല, യോഗയാണോ ജിം ആണോ എന്നുള്ളത്. പക്ഷെ ഹൗ ഹെൽപ്ഫുൾ ഇസ് ദിസ് പിലാറ്റസ്? കാര്യം ഇറ്റ്സ് മോർ ഓഫ് എ മെഷീൻ അല്ലേ? സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് പിലാറ്റീസ്. നമ്മൾ സെറനിറ്റി പിലാറ്റീസ് എന്നാണ് എൻ്റെ സ്റ്റുഡിയോയുടെ പേര്. അവിടെ നമ്മൾ എക്വിപ്മെന്റ് പിലാറ്റീസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ആൻഡ് വി ഇൻക്ലൂഡ് മാറ്റ് വർക്ക് ആസ് വെൽ. സോ മാറ്റ് പിലാറ്റീസും ഉണ്ട്, എക്വിപ്മെന്റ് പിലാറ്റീസും ഉണ്ട്. പിലാറ്റീസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡീപ് കോർ മസിൽസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റെബിലിറ്റി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ മൊബിലിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ജോയിന്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. കോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആബ്ഡോമിനൽ റീജിയൻ മാത്രമല്ല, നമ്മുടെ എല്ലാ ജോയിന്റ്സിലും കോർ ഉണ്ട്. ആ കോർ മസിൽസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ എല്ലാ കൺവെൻഷണൽ ഫോംസ് ഓഫ് ഫിറ്റ്നസിലും പറ്റണമെന്നില്ല. എന്നും പറഞ്ഞ് ഒരെണ്ണം മറ്റേതിലും ബെറ്റർ ആണ് ഇത് അതിൽ. ഇറ്റ്സ് ലൈക്ക് പിക്കിംഗ് ബിറ്റ്വീൻ ബാഡ്മിന്റൺ ആൻഡ് സ്വിമ്മിങ്. ടു ആർ വെരി ഡിഫറെന്റ്. അതിന്റെ ഫോക്കസ് പോയിന്റ്സ് ഡിഫറെന്റ് ആണ്. ഞാനിപ്പോൾ ആൾക്കാരോട് പറയും മിക്സ് ഇറ്റ് അപ്പ് ഇൻ യുവർ സ്കെഡ്യൂൾസ് എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം ഇതുകൊണ്ടുള്ള ഗുണം ഫങ്ഷനാലിറ്റി ആണ്. അറ്റ് ദി ഏജ് ഓഫ് 90
if you can stand up from the toilet on your own without assistance. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ Exactly. ആ ഒരു ഫംഗ്ഷനാലിറ്റിയിൽ ഇത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു ലോഞ്ചെവിറ്റി ഉണ്ട് ഈ ഫോം ഓഫ് എക്സസൈസിന്. ആൻഡ് ജനറലി വിത്ത് any routine that you have, if you add Pilates, it will only help you. ആ ഒരു കോർ വർക്കും നമ്മൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവണമല്ലോ. അപ്പോ 76 ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും പോസ്ചർ കറക്ഷനും നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ, എത്ര നമുക്ക് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റും, എത്ര വഴക്കം നമ്മുടെ ശരീരത്തിനുണ്ട്, അതെല്ലാം ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇവര് 3 പേരും ഈ പിലാറ്റസ് ചെയ്യുന്നുണ്ട്. വരുന്നുണ്ട്. Who is the best student? ഇതാണ് regular ആളെ ഇതാണ്. നല്ല കോമ്പറ്റീഷൻ ആണ്. നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ. രണ്ടുപേരും ക്ലാസ് ടൈമിങ്സിലാണ് വരുന്നത്, അതുകൊണ്ട് അടിയൊന്നുമില്ല. രശ്മിയേച്ചി കുറച്ചുകൂടെ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? Because I can see കാര്യം ഇത്ര ഇയേഴ്സ് ആയിട്ട് ടച്ച് വുഡ് നമ്മൾ എന്ത് പറയുന്നു അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു മാത്രമല്ല, നമ്മളോട് ഫീഡ്ബാക്കും തരും. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? സത്യം പറഞ്ഞാൽ ഈ പിലാറ്റിസിൽ വലുതായിട്ട് ഇൻവോൾവ് ആവാത്ത ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒരു ക്ലാസ്സിനെ കൊണ്ടുപോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പക്ഷെ വേണുമായിട്ടും നല്ല എന്താ പറയുന്ന വേറെ യോഗ ചെയ്യുന്നുണ്ട്. അല്ലേ? അപ്പൊ ഇതിനകത്ത് മ്യൂസിക് എന്തെങ്കിലും വരുന്നുണ്ട്? അതെ, ഞങ്ങൾ എപ്പോഴും മ്യൂസിക് പ്ലേ ചെയ്യും. വളരെ കാമിങ്. കാരണം നമ്മുടെ ഈ സ്ട്രെസ് ലെവൽസ് കൂട്ടി വർക്ക്ഔട്ട് ചെയ്യുന്നതിൽ കാര്യമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും നമ്മുടെ മെന്റൽ സ്ട്രെസ്സിനെങ്കിലും കുറച്ച് വെക്കണം. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മള് സെറനിറ്റിയിലെ സ്റ്റുഡിയോയില് ക്രിയേറ്റ്. അതെ 4 years ബാക്ക് തീരുമാനിച്ചതാണ് ഈ പേര്, സ്റ്റുഡിയോനെ പറ്റിയെല്ലാം. പിന്നെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും റീസെർച്ചിലും ആയിരുന്നു ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യു ആർ എ വെരി ഗുഡ് പ്ലാനർ അല്ലേ? ആക്ച്വലി ഭയങ്കര പ്ലാൻ ചെയ്ത് എല്ലാ കാര്യം. ആൻഡ് ഇറ്റ്സ് ദെയർ ഇൻ ദ ബോഡി ലാംഗ്വേജസ്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് 2 times ഐ മെറ്റ്, 2 പ്രാവശ്യം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പിയറൻസ്, യു ലുക്ക് മറ്റേത് എന്താ പറയാ, ഒരു ഡ്രസ്സിലും ഔട്ട്ഫിറ്റിലും അല്ല അപ്പിയറൻസിലും ഒക്കെ ഒരുപാട്. അങ്ങനെ ഒരു അപ്പിയറൻസിൽ ആണോ വീണത് ഈ അരവിന്ദനെ ഫസ്റ്റ് ഇംപ്രഷൻ? അതെ രേണ, ഞാനാണ് ഉത്തരവാദി. പറയട്ടെ, പറഞ്ഞോ വേണോട്ടെ പറഞ്ഞോ. ഞാനേ ഈ ബഹ്റൈൻ പോവും പ്രോഗ്രാംസ്. അപ്പോ ഇവളുടെ മോളുടെ അമ്മ, അമ്മയുടെ ബ്രദർ, എൻ്റെ ഡിഗ്രി ക്ലാസ്മേറ്റ്. അപ്പോൾ വി യൂസ് ടു ഗെറ്റ് ടുഗദർ, ശാരദ, അജിത് ആൻഡ് മീ. വി യൂസ് ടു ഗോ ഔട്ട് ഷോപ്പിംഗ്. ഒരു യാത്രയിൽ ഞാൻ ഇവനെ സ്നേഹിക്ക് പരിചയപ്പെടുത്തി. ബഹ്റൈനിലൊരു ഷോന് പോയതാ. അപ്പൊ ഷോ കഴിഞ്ഞിട്ടാണോ ഷോന്റെ അടുത്ത ദിവസമാണോ വി വെന്റ് ടു ഷെയ്ന്റെ വീട്ടിലേക്ക് ഡിന്നറിന് പോയി. അന്നാണ് ഞാൻ സ്നേഹനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അച്ഛൻ ഓൾറെഡി 2-3 പ്രാവശ്യം അവിടെ പോയിട്ട്. പറയട്ടെ, അയ്യോ എത്ര എക്സൈറ്റഡ് ആണ്. അത് കഴിഞ്ഞ് എന്റെ ഷോപ്പിംഗ് എല്ലാം അവൻ ചെയ്തു തുടങ്ങി. ഞാനായിരുന്നു ഷോപ്പിംഗ് എല്ലാം, ഇവനായി പിന്നെ ഷോപ്പിങ്ങിന് കൂടെ ഒരാളും. അതെ. അപ്പൊ ബഹ്റൈനിലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്? അല്ലല്ല, ബഹ്റൈനിൽ അന്ന് മീറ്റ് ചെയ്തേ ഉള്ളൂ. അന്ന് she was in ആ സമയത്ത് she just finished her first film. അപ്പൊ and I was working, I just finished. അവള് വർക്കിംഗും ആയിരുന്നു. അവള് ഫസ്റ്റ് ഫിലിം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും മറ്റേ അഞ്ജലി മേനന്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയായിരുന്നു. സോ ഞങ്ങള് സംസാരിക്കുന്ന കൂടുതലും സിനിമയെ പറ്റിയിട്ടായിരുന്നു. വെരി പ്രൊഫഷണൽ ഇതായിരുന്നു. then we added each other on Facebook. എന്നിട്ട് ഇവള് 2022 ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് we started meeting. എന്തെങ്കിലും ഹിന്റ് കിട്ടിയോ? ഒരു ഇൻസ്റ്റിങ്ക്ട് ഉണ്ടായോ ഇവരെ? ഇല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ലെറ്റ് ദം എൻജോയ് അല്ലേ? അങ്ങനെയല്ല, ഇറ്റ് ഈസ് ഹിസ് ഓൺ എന്താണ്. ഐ വാസ് വെരി കോൺഫിഡന്റ്. ഓക്കേ, ലെറ്റ് ഹിം ഹാവ്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ വേണുവേട്ടാ? കുറെ കൂടുതൽ സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും ഒരു പാട്ട്. രശ്മിച്ചിയുടെ ഫേവറേറ്റ് സോങ്? വേണുവിന്റെ പാട്ടാണോ ചോദിച്ചത്? വേണുവിന്റെ പാട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടം പൂത്താലം വലം കയ്യിലേന്തി, അതാണ്. ഏത് പാട്ടാ വേണുവേട്ടൻ പാടുന്നത്? ഇപ്പൊ ആരാ പാടുന്നേ? 2 പേര് സിംഗേഴ്സ് ഉള്ളപ്പോ നമുക്ക് മായമഞ്ചലിലാണ്. മായമഞ്ചലിൽ പാടാം. എനിക്ക് ആക്ച്വലി എനിക്ക് മറ്റേ സീസൺ വൈസ് ആണ്. പാടി തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചോദിക്കുമ്പോ അച്ഛന്റെ ഏതെങ്കിലും പാട്ട് പാടുക. യൂഷ്വലി ഏതോ ആർമോഗില് പെട്ടെന്ന് ഇപ്പൊ മാറി തുടങ്ങി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ പാടുന്ന മായമഞ്ചൽ. എനിക്ക് തോന്നുന്നു റിക്വസ്റ്റും കൂടുതലല്ലേ? കൂടുതൽ മായമഞ്ചൽ റിക്വസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മായാമഞ്ചലിൽ
രണ്ടുപേരും കൂടെ ഒന്ന്. എഴുതിരി വിളക്കിൻ്റെ മുൻപിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? എഴുതിരി വിളക്കിൻ്റെ മുൻപിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? കനകമന്ദാരമാല ആ കനകമന്ദാരമാല പ്രകൃതി നൽകുമീ നേരം മോഹകുങ്കുമം പൂശി നീ ആരെ തേടുന്നു ഗോപികേ? കിനാവിലെ സുമംഗലി മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. നൊസ്റ്റാൾജിക് അല്ലേ? ഇത്ര ബ്യൂട്ടിഫുൾ. രണ്ടുപേരും കോമ്പറ്റീഷൻ ആണോ എന്ന് തോന്നിപ്പോയി. വി ആർ സോ ബ്ലെസ്ഡ്. ഇങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ സ്നേഹ? ലൈവ് സിംഗിങ് അല്ലേ? രശ്മിച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് പൂത്താലം അല്ലേ? നമുക്ക് അരവിന്ദ് ഒന്ന് കേട്ടാലോ, പാടിയാലോ? പൂത്താലം വലം കൈലേന്തി വാസന്തം മധുമാരിൽ സുമരാജിയെ കാറ്റിൻ തൂവൽ തഴുകി കന്യാവനമിളകി. പൂത്താലം വലം കൈലേന്തി വാസന്തം. കഴിഞ്ഞു പോയോ? അയ്യോ, തീർന്നു പോയി. കേട്ട് കൊതി തീർന്നില്ല അല്ലേ സ്നേഹ? എന്താ തോന്നിയ സ്നേഹയ്ക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളായതെല്ലാം ആണല്ലേ? എന്നാലും ഫേവറേറ്റ് സോങ് വേറെ ഉണ്ടോ? എനിക്ക് ഏറ്റവും അരവിന്ദിന്റെ ആണോ? അരവിന്ദിന്റെ അരവിന്ദിന്റെ ഫേവറേറ്റ് സോങ് കായാമ്പൂവിൻ കണ്ണിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അതും ഇതുപോലെ മൂഡ് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അപ്പോ ഹി ഹാസ് ഒരു റെൻഡിഷൻ ഓഫ് ഏതായിരുന്നു നമ്മുടെ പൂവുക്കുൾ ഒളിന്തിരിക്കും. ആ റെൻഡിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഓരോ സീസണലായിട്ട് ഇങ്ങനെ മാറും. കായാമ്പൂവിൻ ഓൾ ടൈം ഫേവറേറ്റ്. വേണുവേട്ടന്റെ പാട്ടുകളിലോ? ഒന്നാം രാഗം ഹാൻഡ്സ് ഡൗൺ. എനിക്ക് കുറെ പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ മറ്റേ ഇതേതായിരുന്നു താമരൂരിനാണ്, അതും എൻ്റെ ഒരു ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. പക്ഷെ ഒന്നാം രാഗം പാടി എൻ്റെ ഭയങ്കര കോർ ചൈൽഡ്ഹുഡ് മെമ്മറി ഉണ്ട്. ലൈക്ക് എന്റെ അച്ഛൻ എന്നെ ഇങ്ങനെ മാത്സ് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ടിവിയിലാ പാട്ട്. അപ്പൊ ഞാനിങ്ങനെ അച്ഛനെ നോക്കുന്നതിന് വരെ പാട്ടിങ്ങനെ. അപ്പൊ എനിക്കത് ഭയങ്കര കോർ മെമ്മറിയാണ്. അപ്പൊ ടിവിയിൽ നോക്കുമ്പോ ഒബ്വിയസ്ലി ലാലേട്ടനാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ വോയിസിലേക്കാണ് പോയത്. റെക്കഗ്നൈസ് ചെയ്യാൻ കുഞ്ഞിലെ I used to be able to recognize ആരാ സിംഗർ എല്ലാം. സോ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയായിരുന്നു ആരാ പാടിയിട്ടുള്ളതെന്നൊക്കെ. പാട്ട് എന്റെ ഫാമിലിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇൻ എ വേ ദാറ്റ് എന്റെ പേരൻസ് ഒത്തിരി കേൾക്കും. പണ്ടത്തെ പാട്ടുകൾ വരെ അമ്മ ഇങ്ങനെ പാടും, അമ്മ പാടും, അല്ലെങ്കിൽ അച്ഛൻ കേൾക്കും, അങ്ങനെ. അപ്പൊ എനിക്ക് എല്ലാവരുടെയും വോയിസ് ഭയങ്കര ക്ലിയർ ആയിട്ട് നന്നായിട്ട് അറിയാം. വേണുവേട്ടന്റെ വോയിസ് തന്നെ ഒരു യുണീക്ക് ആണ്. വളരെ യുണീക്ക് ആയിരുന്നു. വളരെ റൊമാൻറ്റിക് വോയിസ്. ഒരുപാട് ആരാധികമാര് അല്ലേ വേണുവേട്ട? പഴയ രശ്മിയേച്ചി ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ? അന്നത്തെ സമയത്ത് ലെറ്റർ ആണല്ലോ. രശ്മിയേച്ചി കൂടെ കൂടിയതിന് ശേഷം അങ്ങനെ വന്നിട്ടുണ്ടോ? വേണുവേട്ടന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ലെറ്റേഴ്സ് ഒക്കെ വരുമായിരുന്നു കുറെ പേര്. ആരാധികമാരാണോ കൂടുതൽ? ഒരു റൊമാൻറ്റിക് വോയിസ് ആണ് വേണുവേട്ടൻ അല്ലേ? ഒരുപാട് പേര് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എന്താ റിയാക്ഷൻ? എന്താ അപ്പൂപ്പന്റെ? അച്ഛനൊരു ഭയങ്കര ക്യാരക്ടറായിരുന്നു. അച്ഛൻ ഫോണൊക്കെ എടുക്കും, എന്നിട്ട് അച്ഛൻ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ സംസാരിക്കും. അപ്പൊ ഈ പെൺകുട്ടിയായിരിക്കും വിളിക്കുന്നത്. ഇവർക്ക് ഇവരായിരിക്കും ഏതോ സ്ത്രീയാണ്. അങ്ങനെ കളിപ്പിക്കലല്ലേ? എനിക്ക് തോന്നുന്നു ആ കുറുമ്പൊക്കെയാണോ വേണുവേട്ടന് കിട്ടിയിരിക്കണേ? കുറച്ചൊരു അങ്ങനത്തെ ഒരു. അതുപോലെ എന്റെ എല്ലാ ലെറ്റേഴ്സും വിളിച്ച അച്ഛൻ, ഹീ ഈസ് ദ ഓണർ.
ഈ വീട് ഞാനാണ്, എൻ്റെ ഓണർഷിപ്പാണ്, അതുകൊണ്ട് ഇവിടെ വരുന്നത് എന്തും ഞാൻ വായിച്ചിട്ട് നീ വായിച്ചാൽ മതി. ഫിൽറ്റർ ചെയ്തിട്ട്. ഐ ഓൾസോ യൂസ് ടു എൻജോയ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അത്രയും തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. എന്താണ് സ്നേഹയുടെ ഒരു എക്സ്പീരിയൻസ്? കുറെ ആരാധികമാര് ഉണ്ടോ അരവിന്ദിന്? എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു. ഇപ്പൊ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ കാണാമല്ലോ ആ ഒരു. പക്ഷേ ഐ തിങ്ക് ഡ്യൂറിങ് കോവിഡിന്റെ സമയത്താണെങ്കിലും അരവിന്ദിന്റെ വോയിസ് ഒത്തിരി ഇമോഷണലി എഫക്ട് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പോഴും ഇൻ ഹിസ് ആൻഡ് ഹീസ് വെരി ഗുഡ്. ഫാൻസ് ആണെങ്കിലും ആരാണെങ്കിലും അവരോട് നന്നായിട്ട് തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു ഈയിടെ എന്നെ ഒരു കപ്പിളിന്റെ ഒരു സ്റ്റോറി തന്നെ ഡെവലപ്പ് ചെയ്തത് ത്രൂ ഹിസ് മ്യൂസിക് ആണ്. അത് സോ കോവിഡ് ടൈമില് ഇറ്റ്സ് ദ ഗൈ ആദ്യം അവനെ എന്നെ മെസ്സേജ് അയച്ച് സെയിങ് ദാറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര ഫാനാണ്, ഒരു വോയിസ് നോട്ട് അയക്കാവെന്ന് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയാം. സെയിം ടൈം നെക്സ്റ്റ് ഇയർ ഹി സെഡ് ദാറ്റ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് മാത്രമല്ല, എൻ്റെ ഫിയോൻസിയുടെ എൻഗേജ്മെന്റ് യുവർ വോയിസ് നോട്ട് റിയലി ഹെൽപ്ഡ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം അതേപോലെ ആ സെയിം ടൈമിൽ ഹി സെൻഡ്സ് മീ വോയിസ് നോട്ട്സ്. അപ്പോൾ വൈഫിന്റെ ബർത്ത്ഡേ ആണ്, ആ സമയത്ത് മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ അവർ ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ അവര് ഇപ്പൊ US പഠിക്കാൻ പോയി, അപ്പൊ അവരവിടെയാണ് താമസിക്കുന്നത്. എല്ലാ വർഷവും ആ സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ട് എനിക്ക് വരും. വലിയൊരു ഫാക്ടറാണ്. So even when they became a couple, they got married. Ellam, his music was involved. That's really touching. That's really touching. Because he has got that soul in his music. Yes. And I'm using the word soul. Soulful singing ആണ്. പിന്നെ നമ്മളിപ്പം എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഞാൻ പറയണം, അത് എത്രത്തോളം ഇപ്പം നമുക്ക് എന്തെങ്കിലും പറയാനൊരു സോഷ്യൽ മീഡിയയിൽ പറയാനൊരു വിഷമമാണ്. പക്ഷെ ഐ ഹാവ് ടു സേ ദിസ്, ഓട്ടോ ട്യൂൺ അതിൻ്റെയൊക്കെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കമൻസ് വായിക്കുമ്പോൾ അതിനകത്ത് പറയും ഓട്ടോ ട്യൂൺ ആണോ അതാണോ അതാണ്. ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. ബിക്കോസ് ലൈവ് സിംഗിങ് നമ്മൾ കേൾക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ഫീലും ചെറിയ ചെറിയ സംഗതികളാണെങ്കിലും അല്ലേ. ഈ കർണാട്ടിക് ബേസ് ഉണ്ടോ അരവിന്ദ്? പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കള്ളാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഐ എം എ ട്രെയിൻഡ് പിയാനിസ്റ്റ്. ഞാൻ പിയാനോ ആണ് പഠിച്ചിട്ടുള്ളത്. പിയാനോ ആണ് 8th grade വരെ ഞാൻ പഠിച്ചിട്ടുള്ളത്. പാട്ട് തുടങ്ങിയപ്പോ ഞാൻ പിയാനോ വിട്ടു. ഞാൻ കോളേജിൽ പോയപ്പോ എന്നെക്കാട്ടിലും നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടെ വേക്കൻസി സിംഗേഴ്സിനായിരുന്നു, അപ്പൊ ഞാൻ അത് ഫിൽ ചെയ്തു. എന്നാ വലിയൊരു പ്ലെയർ അല്ല, പക്ഷെ അതിന്റെ ഒരു ചാം. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു കോർഡ് പ്രോഗ്രഷനും ഞാൻ ചെറുതായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ പണിയാണ് വേണം കേട്ടോ. നല്ല പണിയാണ്, രണ്ട് കൈയും. പക്ഷെ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഈവൻ ദ സിംപ്ലസ്റ്റ് കോഡ്സ് വെച്ചിട്ട് ചിലപ്പോൾ പാടുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു പ്രോഗ്രഷനും പാട്ടിനെ ഭയങ്കരമായിട്ട് അത് എലവേറ്റ് ചെയ്യും. അപ്പൊ ഡു ഇറ്റ്. കാര്യം അങ്ങനത്തെ ഒരു സ്റ്റേജ് ഷോ ഒക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. കമ്മിങ് ബാക്ക് ടു രശ്മി ചേച്ചീനെ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ആൺകുട്ടികൾ പൊതുവെ അമ്മയുടെ കുറച്ച് ട്രേറ്റ്സ് ഒക്കെ പലപ്പോഴും എക്സ്പെക്ട് ചെയ്യും പാർട്ട്ണറിൽ. പാട്ടും വോയിസും ഒക്കെ വേണുവേട്ടന്റെ. അച്ഛൻ കൂടുതലും ഷോസിന് ട്രാവലിംഗ് ആയിരുന്നു. ഐ സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം വിത്ത് അമ്മ അല്ലെങ്കിൽ അമ്മമ്മ. ഇവർ രണ്ടുപേരാണ് കൂടുതൽ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ടോക്കില് മുൻപ് കണ്ടിട്ടുണ്ട്, ഒരു കാസറ്റ്സ് ലൈബ്രറിയിൽ അങ്ങനെ. അപ്പൊ വേണുവേട്ടൻ പറയുന്നുണ്ട്, വേണുവേട്ടൻ ഷോസിന് പോകുന്നതിന് തൊട്ട് മുൻപ് അസുഖം വരും അരവിന്ദിന്. അപ്പം രശ്മി ചേച്ചി ഒരു ധൈര്യം കൊടുക്കും, വേണു പോയിട്ട് വരൂ എന്നല്ലേ, ബാക്കി ഇവിടെ നോക്കിക്കോളാം. അപ്പം രശ്മി ചേച്ചിയുടെ കുറേ ക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഒബ്വിയസ്ലി നമ്മുടെ പാർട്ട്ണറിൽ അമ്മയുടെ കുറേ ട്രേറ്റ്സ് നമ്മൾ അറിയാണ്ട് അല്ലേ, വേണം എന്ന് വെച്ചല്ലെങ്കിൽ പോലും കണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രശ്മി ചേച്ചിയുടെ ട്രേറ്റ്സ് സ്നേഹയിൽ കണ്ടിട്ടുണ്ടോ? ഓർത്ത് വെക്കുകയല്ല, ജസ്റ്റ് ഞാൻ ചോദിക്കുകയാണ്. ബട്ട് ബീയിങ് ജസ്റ്റ് ജനറലി കൈൻഡ് ടു പീപ്പിൾ, അതായത് നമുക്ക് അറിയാത്ത ആൾക്കാരും അവരെ കൊണ്ട് നമുക്ക് ഗുണം ഇല്ല എന്നുള്ള ആൾക്കാരും, ദാറ്റ്സ് വൈ ട്രൂ കൈൻഡ്നെസ് സ്റ്റാൻഡ്സ്. ഹി ഈസ് വെരി കൈൻഡ് ടു പീപ്പിൾ. അതെനിക്ക് ഇഷ്ടം. ഗ്രേറ്റ് അല്ലേ, ഗ്രേറ്റ് ബെസ്റ്റ് കോംപ്ലിമെന്റ്. ഓക്കേ, അതുപോലെ തന്നെ സ്നേഹിച്ച് എന്നെ കുറിച്ചൊരു കോംപ്ലിമെന്റ് കൂടി രശ്മിച്ചി അല്ല, ഐ ആം കമ്മിങ് ബാക്ക്. രശ്മിച്ചി ഒന്ന് പറഞ്ഞു, എന്തായാലും നമ്മൾ ചോദിച്ച് പറയുകയാണ്, എന്നാലും പറയാനുണ്ടാവുമല്ലോ ഒരുപാട്. ക്വാളിറ്റി, വിച്ച് ക്വാളിറ്റി യു ലവ് ഓർ യു ലൈക്ക്? അത് നമ്മുടെ ഒപ്പീനിയൻസിനെ വാല്യൂ ചെയ്യും. ഓക്കെ, പിന്നെ ഹി റെസ്പെക്ട്സ്.
സാധാരണ എപ്പോഴും ലൈക്ക് വൈഫ് എന്ന് പറയുമ്പോൾ പറയണതൊക്കെ അനുസരിക്കണം അങ്ങനത്തെ ഒരു ഇതില്ല. ഇപ്പൊ ഒരു അതോറിറ്റേറ്റീവ് ഹസ്ബൻഡ് അങ്ങനെ അങ്ങനെ ലൈക്ക് ഞാനങ്ങനെ എനിക്കങ്ങനെ വലിയൊരു സോഷ്യൽ ലൈഫൊന്നും ഇല്ലാത്ത ആളാണ്. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഇങ്ങനത്തെ ഇതില് പോകാനും എനിക്ക് വലിയ എന്തൊരു താല്പര്യം. ബുദ്ധിമുട്ടാന്നറിയാം ഇതിൽ കൊണ്ടിരുത്താൻ. അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ലൈക്ക് ഈവൻ ഫോർ ദിസ് ഇന്റർവ്യൂ ആണെങ്കിൽ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വരിക എന്ന് പറഞ്ഞാൽ പേടിയാ. ഒരു ഡിഫിക്കൽട്ട്. ഹി ഡസന്റ് ഫോഴ്സ്. ചില സമയങ്ങൾ പറയുന്നല്ലാണ്ട് അങ്ങനെ പറയാറൊന്നുമില്ല. ബിഹൈൻഡ് ദ ക്യാമറ ഷീസ് ദ ബെസ്റ്റ് അല്ലേ? പിന്നെ ഈ വീട്ടിൽ എൻ്റെ ഏറ്റവും വലിയ 2 ക്രിട്ടിക്സ് ഇവരും അമ്മുവും രക്ഷയാണ്. ഒരു വേറെ യാതൊരു രക്ഷയില്ല അവിടെ. പറയണ്ടേ? പാട്ടിന് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പാട്ടിനെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല. അല്ല, പറയാണ്ടി പറഞ്ഞിട്ടുണ്ടോ ചേച്ചി അത്ര ഓപ്പൺ ആയിട്ട്? അത് ഇത്രയും കൂടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്? പറയാനുള്ള ലൈക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ പറയില്ലെങ്കിലും സിംഗിങ് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട്. ഓപ്പൺ ആയിട്ട് ഇപ്പൊ എല്ലാവരും മുമ്പിൽ ഞാൻ പറഞ്ഞോളന്നില്ല. സോ ഞാൻ ഐ എം ഗോയിങ് ബാക്ക് ടു ദോസ് മെമ്മറീസ്. അതായത് വേണുവേട്ടൻ പറയും, വേണുവേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ പറയും. എനിക്ക് തോന്നുന്നു ഈ സോഫ ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേണുവേട്ടൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാനും കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവ്രി ഇയർ വേണുവേട്ടനൊരു ഫാമിലി ട്രാവൽ അല്ലെ പ്ലാൻ ഉണ്ട് എവ്രി ഇയർ. അപ്പൊ അതിലിപ്പോ സ്നേഹ വന്നിട്ട് അങ്ങനെ ഒരു ട്രാവൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ച്? അങ്ങനെ പോയിട്ടില്ല. അത് അവര് വേറെ അവരുടെ ട്രാവലിൽ പോകും. അതായത് എന്താ അറിയോ, ഇപ്പൊ കുട്ടികളൊക്കെ വലുതായതിനു ശേഷം എല്ലാവരുടെയും ഹോളിഡേയ്സും സമയമൊന്നും ഒത്തു കിട്ടണില്ല. ചെറുപ്പത്തിലായിരുന്നപ്പോ കൂടുതൽ ട്രാവൽ ചെയ്തത്. പിന്നെ കോളേജിലായി പോയപ്പോഴും അതെ നമ്മള് ഇവര് രണ്ടുപേരും ഇവർ ട്രാവൽ ചെയ്യുമ്പോ അമ്മ ഉണ്ടാവും, ഞാനില്ല, ഞാൻ കോളേജിലായി. അപ്പൊ പിന്നെ അത് മിസ്സായി. ടിക്കറ്റ് വിസ ഒക്കെ എടുത്താലും അവൻ ആ സമയത്ത് ഉണ്ടാവില്ല. അങ്ങനെ വലുതൊക്കെ വരും. അങ്ങനെ വരാൻ അന്ന് ആ ട്രാവലൊക്കെ പ്ലാൻ ചെയ്തിരുന്ന രശ്മിയേച്ചിയാണോ ഫിക്സ് ചെയ്യണേ? ഏത് മാസമാണ് വേണുവേട്ടൻ ഈ ട്രാവൽ വേണുവേട്ടൻ പ്രോഗ്രാംസിന് പോകുമ്പോഴും യു ഡിസൈഡ് അല്ലേ ഇൻ വിച്ച് മന്ത്? ഒരു 1 വീക്ക് ഓർ 2 വീക്സ് പ്രോഗ്രാമിന് പോകുമ്പോ ഞങ്ങൾ അങ്ങനെ പോവാറില്ല. അല്ല, അത് വളരെ കുറവല്ലേ? സ്വിറ്റ്സർലാൻഡ്, ആ UAE. അല്ല അമ്മൊന്നും എല്ലാവരുമായിട്ടൊന്നും പോയിട്ടില്ല. അമ്മൊന്നും സ്വിറ്റ്സർലൻഡിൽ വന്നു. അത് ഒറ്റ ഷോ ആയിരുന്നപ്പോ UAE എക്സാംസും കൂടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പോകാൻ പറ്റും. അല്ലെങ്കിൽ ഹോളിഡേക്ക് ആയിട്ട് പോകുമ്പോ തന്നെയാണ് എല്ലാരും കൂടെ പോകാൻ പറ്റും. പ്രോഗ്രാമിന് പണ്ട് ഇപ്പൊ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ അമേരിക്ക പോയപ്പോ 2 മാസത്തേക്ക് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. 2 മാസം 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് എന്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകും. എന്റെ കോർ മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് എല്ലാം ഒറ്റപ്പാലാണ്. പിന്നെ രണ്ടാളും ഇവര് തമ്മിൽ നല്ല 9 വയസ്സിന്റെ വ്യത്യാസം രണ്ടാളും. അപ്പൊ പിന്നെ അത് ഒരിക്കലും ഹോളിഡേയ്സ് ഒരുമിച്ച് വരാത്ത. അപ്പോഴേക്കും പിന്നെ അവൻ അപ്പോഴേക്കും ടീനേജ് ആയി. ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പോകുമ്പോഴൊക്കെ അവൻ വരണു തന്നെ ഉള്ളൂ, താല്പര്യമൊന്നുമില്ല വരാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു യു ആർ ഇൻട്രസ്റ്റഡ് ടു ഗോ അല്ലേ? അങ്ങനെ മേ ബി ഇപ്പൊ അത് പറഞ്ഞപ്പോ നമുക്കൊന്ന് പ്ലാൻ ചെയ്തല്ലേ, ഒരു ടൈം ഒത്തു വന്നാല്. അതെ, ഡെഫിനറ്റ്ലി വിത്ത് ദ ഹോൾ ഫാമിലി ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. ഞാൻ എല്ലായിടത്തും ഐ ടേക്ക് ഹിം ലൈക്ക് ഐ എന്താ പുഷ് ചെയ്യുന്നത് എന്റെ സൈഡിൽ നിന്ന്. ഓക്കേ, മൈ ഫേവറേറ്റ് ഹോളിഡേ ഇസ് ഇൻസൈഡ് ദ ഹൗസ്. അവളുടെ നേരെ തിരിച്ചാ, പുറത്തേക്ക് പോവുക. പുറത്ത് നമുക്ക് സൺഡേ മാത്രം ഓഫ്. സോ സൺഡേ വർ ഔട്ട്. അരവിന്ദ് അങ്ങനെ പിന്നെ വീട്ടില് അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോ വാട്ട് യു ഡു? എന്തൊക്കെയാണ് വീട്ടിലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ? അങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡ് കഴിക്കുക, കുടിക്കുക, സിനിമ കാണുക. ഒരുമിച്ചിരുന്ന് പാട് അങ്ങനത്തെ ഒരു പാട്ടൊക്കെ വീടിന്റെ പുറത്തേ കൂടുതലുള്ളൂ. അകത്ത് പാട്ടൊക്കെ പാടുന്നൊക്കെ കാറിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പാടിക്കൊണ്ട് പോവാ. അച്ഛന്റെ ഏത് പാട്ടാണ് ഇതെനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആണല്ലേ, എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പാട്ട് മാത്രല്ല, വല്ലാത്തൊരു ഒരു ഫീൽ ആണല്ലേ ആ പാട്ടിന്റെ. ശരത് സാറിന്റെ ഡയറക്ഷനാ. ഐ മിസ് രാധിക. കർണാട്ടിക് ബേസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മള് നഗുമോ ഒന്ന് പാടാവോ? നഗുമോ? തീർച്ചയായിട്ടും. നഗരാജ ധരണീദോ പരിവാരോ ലല്ലാ. നഗരാജ ധരണീദോ
പരിവാരുലല്ല ಹೋಗಿ ಬೋಧನ ಜೇಸೆ ವಾರಲ್ಲುಗಾರೆ ಇದುಲುಂಡು ದುರಾನಿ ನಗುಮೋಗನಲೇನಿ ನಾಜಾಲಿ ತಿಳಿಸಿ నగుమోగనలేని నాజాలి తెలిసి నన్ను బ్రోవగరాధ శ్రీ రఘువరని నగుమో ബ്യൂട്ടിഫുൾ. എന്താ വേണുവേട്ട, വേണുവേട്ടന് എന്താ ഇതിന്റെ ട്രാക്ക് പാടുമ്പോ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ ആ സമയത്ത് ഇത് ലൈറ്റ് മ്യൂസിക് ആയിട്ടാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ അച്ഛൻ കറക്റ്റ് ചെയ്താണ് ഇപ്പൊ കേൾക്കുന്ന ഒരു അത്രയും വേർഷനിലേക്ക് വന്നത്? മൂവിയില് വലിയൊരു ക്ലാസിക്കൽ അപ്രോച്ച് അല്ല, ഒരു ലൈറ്റ് റെൻഡിഷൻ അത്രേ ഉള്ളൂ. എന്റെ ട്രാക്ക് പാടുമ്പോ അതിന് വിനീതേട്ടൻ വിളിച്ചിട്ട് ആദ്യം ഒന്ന് ട്രൈ ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ ആ ട്രാക്ക് പാടാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് പോകുമ്പോ അച്ഛനെ ഞാൻ കൂടെ കൊണ്ടുപോയി.